ഗൈസ് അപ്പോൾ ഇന്ന് നമ്മൾ വീട്ടിലിരിക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ നമ്മളോടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രാങ്കിൾ ബായി വിളിച്ചിട്ട് പറഞ്ഞു നമ്മുടെ അവിടെയാണെന്നുണ്ടെങ്കിൽ ഒരു ഫെസ്റ്റും കാര്യങ്ങളും വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ നമ്മളൊന്നും നോക്കിയില്ല, നമ്മളാണെന്നുണ്ടെങ്കിൽ ഫെസ്റ്റിന് അങ്ങ് പോവുകയാണ്. അപ്പോൾ നമ്മുടെ മഹീന്ദ്ര താർ എടുത്തുകൊണ്ട് പറപ്പിച്ച് അങ്ങ് പോവുകയാണ്. അപ്പോൾ നമ്മുടെ മഹീന്ദ്ര സ്റ്റാറാണെന്നുണ്ടെങ്കിൽ ഞാനാണെന്നുണ്ടെങ്കിൽ പഴയ പോലെ ആക്കിയിട്ടുണ്ട്. നമ്മളാണെന്നുണ്ടെങ്കിൽ നല്ല വലിയ ടയറൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇറക്കിയതായിരുന്നു. പിന്നെയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം റോട്ടിലൂടെ പോയപ്പോൾ ഒരു വണ്ടിയുടെ മേലെ കൂടെ കയറി ആ വണ്ടി ആകെ പപ്പടം പൊടിയായി. അതാണെന്നുണ്ടെങ്കിൽ ഒരു വലിയ ലംബോർഗിനി ആയിരുന്നു. ലംബോർഗിനിക്ക് ഒരു 4-5 കോടി അതിൻ്റെ മെയിൻ്റെനൻസ് വർക്കിന് കൊടുത്ത് കേസ്. അപ്പം തന്നെ ബെന്നിയുടെ ഷോറൂമിലോട്ട് പോയിട്ടാണെന്നുണ്ടെങ്കിൽ വേഗം പോയിട്ട് വണ്ടിയൊക്കെ പഴയതുപോലെ ആക്കിയിട്ട് ഞാനാണെന്നുണ്ടെങ്കിൽ അപ്പോൾ വണ്ടി വീട്ടിൽ കൊടുത്തിട്ടേക്കായിരുന്നു. നമ്മളെന്തായാലും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോവുകയാണ് ഗെയ്സ്. അപ്പോൾ ഗെയ്സ് ഇവിടെയാണെന്നുണ്ടെങ്കിൽ കുറേ അടിപൊളി സംഭവങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടത്. മറ്റേ ജൈൻറ്റ് വീലും കുറേ സംഭവങ്ങളുണ്ട്, ഏകദേശം എല്ലാ സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ അപ്ഡേറ്റ് വന്നിക്കണമെന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് എന്തായാലും പറപ്പിച്ചങ്ങോട്ട് വിടാം. ആദ്യം തന്നെ വീഡിയോ ലൈക്ക് അടിച്ചിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ലൈക്ക് അടിച്ചാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് അത് കാണാൻ പറ്റുക. സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്തോളി. അപ്പം നമുക്ക് വേഗം പോവാം. അപ്പോൾ ഓ ഗെയ്സ്, അങ്ങനെ നമ്മളാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മളങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട് ഗെയ്സ്. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മറ്റേ ആ വണ്ടികൾ തമ്മിൽ ഇടിച്ചിടിച്ചിട്ട് കളിക്കുന്ന ആ ഒരു സംഭവമുണ്ട്. അതിൻ്റെ ഒരു സംഭവം ആദ്യം തന്നെ കാണാനുണ്ട്. പിന്നെ സെൻട്രലായിട്ട് നമ്മുടെ ജൈൻറ്റ് വീൽ ഇരിക്കുന്നുണ്ട്. പിന്നെ അവിടെയാണെന്നുണ്ടെങ്കിൽ മറ്റേ എന്തോ മാതിരി ആൾക്കാരെ പിടിച്ച് കറക്കി തല കറക്കാൻ വേണ്ടിയിട്ടുള്ള സാധനം ഒന്ന് അവിടെ ഇരിക്കുന്നുണ്ട്. മറ്റേത് അവിടെയാണെന്നുണ്ടെങ്കിൽ അത് ആൾക്കാരെ എടുത്ത് കറക്കി കളിച്ചിരുന്ന സാധനം. അത് താഴെ മുകളിലും ആളിരിക്കുന്നുണ്ട് തോന്നുന്നു. എന്തായാലും അടിപൊളിയാണ് ഗെയ്സ്. അപ്പോൾ അടുത്തത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആളെ ഇങ്ങോട്ട് ആകട്ട് മറ്റേ ഈ ജ്യൂസ് അടിക്കുന്ന പോലെ അടിക്കാൻ വേണ്ടിയിട്ട് തോന്നുന്നു അടുത്ത വേറൊരു സാധനം ഇട്ടിട്ടുണ്ട്. മറ്റേതാണെന്നുണ്ടെങ്കിൽ നോർമലായിട്ട് ആൾക്കാരെ ഒന്ന് കറക്കി എടുത്തിട്ട് അങ്ങനൊരു സെറ്റപ്പ് അവിടെയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വലിയ സ്പീഡൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. നമ്മളെന്തായാലും കയറി നോക്കുന്നില്ല, കാരണം ഇതിനൊക്കെ നല്ല പൈസ ഇവർ പറയുന്നത്. അപ്പോൾ അതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ വണ്ടർലയിൽ പോകാൻ പറ്റും. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ വേറെ ഉണ്ട് കേസ്. എൻ്റെ മോനെ ആ സംഭവം പൊളിയാട്ടോ, ഈ സംഭവം പൊളിയാണ്. നമുക്ക് എന്തായാലും ഒന്ന് റിവേഴ്സ് എടുക്കാം. അഥവാ കഴിയുമ്പോൾ തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അപ്പുറത്തേക്ക് തെറിച്ചു ആ സാധനം അതിൻ്റെ അപ്പുറത്തേക്കും തെറിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും വേഗം അടുത്ത സ്ഥലത്തേക്ക് പോകാം. ഓ ഗെയ്സ്, അപ്പുറത്താണെന്നുണ്ടെങ്കിൽ ചെറിയ കുട്ടിയൊക്കെ വേണ്ടിയിട്ട് മറ്റേ കുതിരയുടെയും പോത്തിൻ്റെയും പൂച്ചയുടെയൊക്കെ പുറത്ത് കയറിയിരിക്കുന്ന സെറ്റപ്പൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെയാണെങ്കിൽ ഗെയ്സ് മറ്റേ തോണിയുണ്ട്. തോണി ആകാശത്തേക്കും മേലക്കൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. മറ്റിടത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ മറ്റേ ഒക്ടോപ്പസ് ആണ് കേസ്. ഒക്ടോപ്പസ് ആണെന്നുണ്ടെങ്കിൽ ആൾക്കാരെടുത്ത് കറക്കുന്നുണ്ട്. മറ്റേത് പിന്നെ ഒരു വട്ടം കറക്കുന്ന ഒരു സാധനം. എന്തായാലും സംഭവം അടിപൊളിയാണ്. അപ്പോൾ അടുത്തത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് തന്നെ ആ സാധനം വട്ടത്തിൽ കറങ്ങുന്ന സാധനം മറ്റേ നമ്മുടെ കാസിനൊക്കെ പോലെ തോന്നി അതിൻ്റെ ഉള്ളിൽ കണ്ടപ്പോൾ. എന്തായാലും നമുക്കത് മറ്റേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മേലോട്ട് വിട്ടിട്ട് താഴോട്ട് വിടുന്ന അതിൻ്റെ വേറൊരു സാധനം, അതിൻ്റെ തന്നെ എക്സ്ട്രീം ലെവൽ സാധനമാണ് കേസ് മറ്റേത്. പിന്നെ നേരത്തെ കണ്ടിരുന്ന മറ്റേ ആൾക്കാരെടുത്ത് കറക്കുന്നതിൻ്റെ കുറച്ചുകൂടെ എക്സ്ട്രീം സാധനമാണ് കേസ് ആ കാണുന്നത്. എന്തായാലും സെറ്റ് കേസ്, എന്താ പറയുക, നമ്മുടെ പിന്നെ ഏറ്റവും വലിയതായിട്ടുള്ള ജൈൻറ്റ് വീലാണ്. ഐക്കും വലിയ ഹൈറ്റിൽ പോകുന്നത് മറ്റേ നമ്മുടെ ഈ ഒരു സാധനമാണ്. അതായത് നമ്മുടെ ഫ്രണ്ട് കാണുന്ന വെള്ള സാധനത്തിൽ അതിലൂടെ മേലെ അങ്ങോട്ട് പോവുകയാണ് കേസ്. എന്തായാലും സംഭവം അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വന്ന് നോക്കണം കേസ്. എൻ്റെ മോനെ സീൻ കേസ്. അപ്പോൾ ഈ സത്യം പറയാമല്ലോ, ഇതാണെന്നുണ്ടെങ്കിൽ ഒരു മോഡും കാര്യങ്ങളൊന്നും അല്ല. ഇതാണെന്നുണ്ടെങ്കിൽ വേറൊരു ഗെയിമും കാര്യങ്ങളാണ്. ഇന്ത്യൻ വെഹിക്കിൾസ് 3D എന്നാണ് ഇതിൻ്റെ പേര്. 3D എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടാവുന്നതാണ്. എന്തായാലും സംഭവം അടിപൊളിയാണ്. ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്, ലവ് യു ഓൾ, ടാറ്റാ, ബൈ ബൈ, ഗുഡ് ബൈ.